ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നാണെങ്കിൽ തെല്ലവിന് പോവാട്ടോ. തെല്ലവിന് നമ്മൾ ഒരാളെ കാണാൻ പോവാണ്. നമുക്ക് ആദ്യം ബസ്സിന് പോകണം. ബസ് പോയിട്ട് നമുക്ക് ട്രെയിൻ കയറണം. അങ്ങനെ നമ്മൾ ട്രെയിൻ കയറാൻ പോയി. ഇനി നമുക്ക് ബസ്സും ട്രെയിനും എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കിട്ടിയായിരുന്നു, അതുകൊണ്ട് എളുപ്പമുണ്ടായിരുന്നു. നമുക്ക് തെല്ലവിനൊക്കെ പോകണമെങ്കിൽ ട്രെയിനാണ് ബെറ്റർ ഓപ്ഷൻ. നമുക്ക് ട്രാഫിക് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് എത്താൻ പറ്റും. ഹെർസിലി ടു തെല്ലവി ആണെങ്കിൽ 20 മിനിറ്റ്സേ ഉള്ളൂ. നമുക്ക് ഒരു അരമണിക്കൂർ മതിയായിരിക്കും തെല്ലവി വരെ പോകാൻ വേണ്ടി. ഹെർസിലിയാണ് ട്രാഫിക് ഒന്നും ഇല്ലെങ്കിൽ. നമ്മൾ ട്രെയിന് പോവാണെങ്കിൽ, ബസ്സിനാണെങ്കിൽ ഇച്ചിരി കൂടെ സമയം എടുക്കും. നമ്മളങ്ങനെ തെല്ലവിനെത്തി. നമുക്കിനി അവിടെ ആണെങ്കിൽ മോളിമ ചേച്ചി അവിടെ വെയിറ്റിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പം നമ്മളിപ്പം ചേച്ചിനെ ഇപ്പം കാണാൻ പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചേച്ചിനെ കണ്ടു. ചേച്ചി വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഫസ്റ്റ് നമ്മൾ കണ്ടപ്പോഴേ നമുക്ക് ഫുഡ് കഴിക്കാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഗോർക്ക കിച്ചണിലേക്കാണ് പോയത്. ഗോർക്ക ഒരു നേപ്പാളി റെസ്റ്റോറൻ്റ് ആണ്. ഞങ്ങൾ അവിടുന്ന് മൊമോസ് ഓർഡർ ചെയ്തു, അതേപോലെ ചിക്കൻ ചൗമീൻ, അതേപോലെ ഞങ്ങൾ ബട്ടർ നാനും മട്ടൻ കറിയും ഓർഡർ ചെയ്തു, പിന്നെ സ്പ്രൈറ്റും. ഇത്രയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഫുഡൊക്കെ ഓക്കെ ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മട്ടൻ കറി അങ്ങോട്ട് വലിയ സുമാറായിട്ട് തോന്നിയില്ല. ബാക്കിയൊക്കെ ഓക്കെ ആയിരുന്നു. ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച ശേഷം ഞങ്ങൾക്കാണെങ്കിൽ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അതിന് വേണ്ടി പോകാമെന്ന് വിചാരിച്ചു. ഇത് കണ്ടോ, നമ്മുടെ റോഡ് കഴുകുന്ന വണ്ടിയാണ് ഇവിടുത്തെ. ശകലം ബീഫ് മേടിച്ചായിരുന്നു. ബീഫ് കടയിൽ കയറി. പിന്നെ പച്ചക്കറിയായിട്ട് പാവയ്ക്കയും വഴുതനങ്ങയൊക്കെ കണ്ടോ, അതേപോലെ പയറ്. അതൊക്കെ നമുക്ക് തെല്ലവി വരണം മേടിക്കാൻ വേണ്ടി. നമ്മുടെ അടുത്ത് അങ്ങനത്തെ ഒന്നും കിട്ടത്തില്ല. പിന്നെ കുറച്ച് മീൻ മേടിച്ചു. മീനൊന്നും വലിയ സുമാറൊന്നും ഇല്ല. പിന്നെ കൂട്ടത്തിൽ ഭേദം മത്തിയായിരുന്നു. അങ്ങനെ മത്തി ശകലം മേടിച്ചു. പിന്നെ തഹാന എന്ന് പറഞ്ഞ ബസ് സ്റ്റാൻഡാണ്. അതിനകത്ത് ഇങ്ങനെ കുറേ കടകളുണ്ട്, ഒത്തിരി കടകളുണ്ട്. 10 ഷെക്കൽ, 20 ഷെക്കൽ, അങ്ങനെ. പക്ഷേ വലിയ ക്വാളിറ്റി കാണത്തില്ലായിരിക്കും, എന്നാലും രസമുണ്ട് കാണാൻ വേണ്ടി. അങ്ങനെ ചുമ്മാ കുറെ കറങ്ങി. ഞാൻ തിരിച്ചു പോകാൻ സമയമായി. ഞാൻ തിരിച്ച് പിന്നെ അതേപോലെ വീട്ടിലേക്ക് പോവാണ്. ട്രെയിൻ അവിടെ തിരിച്ച് വീട്ടിൽ പോകുന്നത്. നമ്മളങ്ങനെ ട്രെയിൻ കയറാൻ പോവാണ്. ഇത്രയേ ഉള്ളൂ. നല്ലൊരു ദിവസമായിരുന്നു. അപ്പം എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്.